Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi wa bihi nasta'in. Wassalatu wassalamu ala tamanil akmalani ala khatamil anbiya'i wal mursalin Nabiyyina Muhammadin wa ala alihi wa ashabihi wa ahli baitihi tayyibin tahirin wa ala tabi'in wa man tabi'ahum bi ihsanin ila yaumiddin. സഹോദരന്മാരെ, മേലായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഈ സത്യദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയുമാണ്. നമ്മുടെ ഈ അനുഗ്രഹീത സമയം വെള്ളിയാഴ്ച സുദിനത്തിൻ്റെ ഈ അനുഗ്രഹീത പ്രദോഷത്തിൽ അള്ളാഹുവിൻ്റെ ഈ മസ്ജിദിൽ നമ്മളൊത്തുകൂടി പഠിക്കുന്നത് മേലായ റബ്ബിനെ കുറിച്ചാണ്. അറിയപ്പെട്ടതിലേറ്റവും വിശിഷ്ടവും ഉത്തമവുമാണ് മേലായ റബ്ബും അവനുമായി ബന്ധപ്പെട്ടതുമായ എല്ലാം. അള്ളാഹുവിൻ്റെ നാമങ്ങളെ നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ പണ്ഡിത ലോകം ഏകോപിച്ച് അള്ളാഹുവിൻ്റെ നാമങ്ങളാണെന്ന് വിധി എഴുതിയ നാമങ്ങളുണ്ട്. വ്യത്യസ്ത വീക്ഷണങ്ങൾ നാമങ്ങളുടെ വിഷയത്തിൽ വെച്ച് പുലർത്തിയവരുമുണ്ട്. അള്ളാഹുവിൻ്റെ അതിവിപുലമായ കഴിവിനെയും ഐശ്വര്യത്തെയും ഔദാര്യത്തെയും വിളിച്ചറിയിക്കുന്ന ഒരു നാമം, അതാണ് ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം. ദിത്തൗൽ അല്ലെങ്കിൽ ദുത്തൗൽ എന്ന നാമം. ഇമാം ബൈഹഖിയെ പോലുള്ള, ഇബ്നുൽ അറബിയെ പോലുള്ള, ഇമാം ഹാക്കിമിനെ പോലുള്ളതായ പണ്ഡിതന്മാർ ഈ ഒരു നാമം അള്ളാഹുവിനുണ്ട് എന്ന് ഉണർത്തിയപ്പോൾ അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണെന്ന് വിധിച്ചവരും പണ്ഡിതന്മാരിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു നാമമായി പരിഗണിച്ചാലും ഇനി അതല്ല അള്ളാഹുവിൻ്റെ വിശേഷണമാണെന്ന് വിധിച്ചാലും അത് അള്ളാഹുവിന് അർത്ഥമാക്കുന്നത് എന്ത്, തേടുന്നത് എന്നത് മുഖ്യമാണ്. കാരണം നമുക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം വർദ്ധിക്കുവാനും അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ ധന്യതയും അതിൽ മതിപ്പുളവായി അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുന്ന, സദാ അള്ളാഹുവിനെ ആശ്രയിച്ച് കഴിയുന്ന ദാസന്മാരാകാൻ ആഗ്രഹിക്കുന്നവരും കൊതിക്കുന്നവരുമാണ് നമ്മൾ. അതുകൊണ്ടാണ് ആ ഒരു നാമം നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ചില ചരിത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ. സൂറത്ത് ഗാഫിർ അല്ലെങ്കിൽ സൂറത്തുൽ മുഅ്മിൻ, അതിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഈ ഒരു നാമം വായിക്കുന്നത്. ഗാഫിരി ദംബി വഖാബിലി തൗബി ശദീദിൽ ഇഖാബി ദിത്തൗൽ ലാ ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസ്വീർ. ഇവിടെ അള്ളാഹുവിൻ്റെ നാമങ്ങളെ, പ്രത്യേകതകളെ എണ്ണിയാണ് ഈ ആയത്തുള്ളത്. ഗാഫിറുദ്ദംബ്, അള്ളാഹു ഗാഫിരിദ്ദംബ്, പാപങ്ങൾ പൊറുക്കുന്നവൻ, വഖാബിലി തൗബ്, തൗബ
സ്വീകരിക്കുന്നവൻ, ഷദീദിൽ ഇഖാബ് കഠിനമായ ശിക്ഷയേകുന്നവൻ, ദിത്തൗൽ വിപുലമായ കഴിവും ഐശ്വര്യവുമുള്ളവൻ, ലാ ഇലാഹ ഇല്ലാഹു അങ്ങനെയുള്ള അല്ലാഹു അല്ലാതെ യഥാർത്ഥ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ഇലൈഹിൽ മസീർ അവനിലേക്ക് മാത്രമാകുന്നു മടക്കം. ഇതാണ് ആയത്ത് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിനെ മനനം നടത്തുമ്പോൾ, പഠനം നടത്തുമ്പോൾ നമുക്ക് ഏറ്റവും പ്രതീക്ഷാനിർഭരമായ ആശയങ്ങൾ തരുന്ന ആയത്തുകൾ ഏത് എന്നൊരു പഠനം നടത്തിയിട്ടുണ്ട്. അർജ ആയത്തിൻ ഫി കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബിൽ ഏറ്റവും പ്രതീക്ഷാനിർഭരമായ പ്രത്യാശ സമ്മാനിക്കുന്ന ആയത്തുകൾ ഏതാണ്? അപ്പം വിശുദ്ധ ഖുർആൻ കേവല പാരായണമല്ല, പിന്നെ പഠനാർഹമായ പാരായണത്തിന് വിധേയമാക്കുന്നവർ ഇങ്ങനെയുള്ള ആയത്തുകളെ പരതിയിട്ടുണ്ട്. അതിൽ ഒരായത്താണ് നമ്മുടെ മുമ്പിലുള്ള ഈ ആയത്ത്. ഗാഫിരി ദംബി വഖാബിലി തൗബ് ഷദീദിൽ ഇഖാബി ദിത്തൗൽ ലാ ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസീർ. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും നമുക്ക് പ്രത്യാശ നൽകുന്ന, പ്രതീക്ഷയേകുന്ന ആയത്ത് ഈ ആയത്താണ്. കാരണം എന്താ? ഇതിൽ അള്ളാഹു പാപം പൊറുക്കുന്നവൻ, തൗബ സ്വീകരിക്കുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ എണ്ണീട്ട് പിന്നെയാണ് പറയുന്നത് ഷദീദുൽ ഇഖാബ് എന്ന്, കഠിനമായി ശിക്ഷയേകുന്നവൻ എന്ന്. അപ്പോൾ അള്ളാഹുവിൽ പ്രതീക്ഷയേറ്റുന്ന കാര്യങ്ങൾ, വിശേഷണങ്ങൾ എണ്ണി പറഞ്ഞതുകൊണ്ട് ഇതാണ് ഏറ്റവും നല്ല പ്രതീക്ഷയേകുന്ന ആയത്തെന്ന് ചിലർ പറഞ്ഞു. ചില പണ്ഡിതന്മാർ വേറെ ആയത്തുകളാണ് ഇതിലെണ്ണിയത്. ഖുൽ കുല്ലു യഅമലു അലാ ശാകിലതി, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷയേകുന്ന ആയത്ത് ഈ ആയത്താണെന്ന് പറഞ്ഞു. എല്ലാവരും തങ്ങളുടെ പ്രകൃതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് ആയത്ത് അർത്ഥമാക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രകൃതവും പ്രത്യേകത എന്താണ്? പാപങ്ങൾ പൊറുക്കുക എന്നുള്ളതാണ്. അടിയാറുകളുടെ പ്രകൃതി എന്താണ്? പാപങ്ങൾ ചെയ്യുന്ന പ്രകൃതിയാണ്, തെറ്റ് വന്നു പോകും. പക്ഷേ അള്ളാഹുവിനോട് മാപ്പിരുന്നാൽ അള്ളാഹു പൊറുക്കുക എന്നുള്ളതും മാപ്പാക്കുക എന്നുള്ളതും അള്ളാഹിൻ്റെ പ്രകൃതമാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും പ്രതീക്ഷയേകുന്ന ആയത്തായിട്ട് ചിലർ മനസ്സിലാക്കി. ചിലർ അം ഹസിബല്ലദീന ജ്തറഹു സയ്യിആത്ത് അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിക്കുന്നവർ വിചാരിക്കുകയാണോ അവരെ അള്ളാഹു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരെ പോലെ ആക്കുമെന്ന്? തെറ്റുകുറ്റങ്ങൾ ചെയ്തവരും വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തവരും ഒരുപോലെ ആവുകയില്ല എന്ന ആശയം തരുന്ന ഈ ആയത്താണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷയേകുന്ന ആയത്തെന്ന് ചിലർ വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല, ദുനിയാവിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമം പരലോകമാകുന്നു എന്ന ആശയം തരുന്ന ആയത്ത്. ചിലർ നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. അള്ളാഹു പറയാണ്, നബ്ബി ഇബാദി, എൻ്റെ ദാസന്മാരോട് പറയൂ. എന്ത്? അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഗഫൂറാണ്, റഹീമാണ്, പാപങ്ങളേറെ പൊറുക്കുന്നവനും കരുണയേകുന്നവനുമാണ്. വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ ശിക്ഷ നോവേറ്റുന്ന ശിക്ഷയാണ്. അപ്പോൾ അള്ളാഹു ആദ്യം പറഞ്ഞത് അള്ളാഹിൻ്റെ പാപമോചനത്തെക്കുറിച്ചും അള്ളാഹിൻ്റെ റഹ്മത്തിനെ കുറിച്ചാണ്. പിന്നെ പറയുന്നത് ശിക്ഷ കഠിനാണ്. അപ്പോൾ ഇത് ഏറ്റവും പ്രതീക്ഷാ നിർഭരായ ആയത്തായിട്ട് ചിലർ മനസ്സിലാക്കി. മറ്റു ചിലർ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, സ്വന്തത്തോട് തന്നെ അന്യായം ചെയ്യുന്നവർ, അവർ അതിര് വിട്ടിട്ടുണ്ടെങ്കിലും അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെടരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ ആയത്താണ് ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ ആയത്ത് എന്ന് പക്ഷവായന നടത്തി. രണ്ട് കാര്യത്തിനാണ് ഞാൻ ഉണർത്തിയത്. കേവലം അതരത്തിൽ ഒരു പാരായണമല്ല, പിന്നെയോ ആശയം അറിഞ്ഞ് അർത്ഥം ഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു പാരായണമായിരുന്നു നമ്മുടെ മുൻഗാമികളുടേത് എന്ന് വായിക്കാനാണ്, മനസ്സിലാക്കാനാണ്. രണ്ട്, വിശുദ്ധ ഖുർആനിൽ നമുക്ക് പ്രതീക്ഷയേറ്റുന്ന വചനങ്ങളുണ്ട്. ആ വചനത്തിൽ പണ്ഡിതന്മാരുടെ പഠനത്തിന് വിധേയമാരായത്താണ് നമ്മളുടെ ഈ ആയത്ത്. അള്ളാഹു പറഞ്ഞ ഷദീദുൽ ഇഖാബി ദിത്തൗൽ, അവിടെ ദിത്തൗൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. ചിലർ അത് പേരായി മനസ്സിലാക്കി. അതറിയിക്കുന്നത് തൗൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈപുല്യത്തെയാണ് അറിയിക്കുന്നത്. ശരി, ഇപ്പം തൂൽ എന്ന് പറയും. എന്തിനാ തൂൽ എന്നറിയാം? നീളം.
ഒരാളെക്കുറിച്ച് പറയും അയാൾ നല്ല തൂലുള്ള ആളാണെന്ന് പറയും. കാരണം എന്താ, സാധാരണ മനുഷ്യന്മാരെക്കാൾ അയാൾക്ക് എന്തുണ്ട്, കുറച്ച് നീളമുണ്ട് എന്നുള്ളതാണ്. ഞാൻ സഹാബികളിൽ ഖൈസ് ബിൻ ഉബാദ സഹാബികളിൽ ഭയങ്കര ലോങ് ആയിരുന്നു, നീളമുള്ള സഹാബിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിൽ കാണാം, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് റോമയിൽ നിന്ന് അവിടുത്തെ ഒരു ഭരണാധികാരി മുസ്ലിമീങ്ങളെ അല്പം നിസ്സാരവൽക്കരിച്ച് ഒരു നീളമുള്ള ആളെങ്ങോട്ട് പറഞ്ഞയച്ചു. അവിടെ നീളമുള്ള ഒരാളെങ്ങോട്ട് പറഞ്ഞയച്ചു. എന്തിന്? നീളമുള്ള ആളെ പറഞ്ഞയച്ചിട്ട് ഇയാൾക്ക് നീളം ഒത്ത ഒരാൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടോയെന്നാണ് ചോദിച്ചത്. അവർ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ളൊരു പെരുമാറ്റമാണ്. അപ്പം മുആവിയ റളിയല്ലാഹു തആല അൻഹു അയാളെ നീളമുള്ള ആളെ അങ്ങോട്ട് പറഞ്ഞയച്ചില്ലേ. അപ്പോൾ ഖൈസ് ബിൻ ഉബാദനെ വിളിച്ചപ്പോൾ എന്തിനാണ്? ആ നീളമുള്ള ഒത്ത ആൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് അങ്ങോട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഖൈസ് ബിൻ ഉബാദ വന്നപ്പോൾ അയാളെ എടുത്ത് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഖൈസ് ബിൻ ഉബാദ അതിൽ വിസമ്മതം പ്രകടിപ്പിച്ച് ആ ചെങ്ങായിനെ ഓനൊരു നമ്മളെ തോണ്ടാൻ വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞയച്ചത്. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് പോയിക്കാനൊരു പ്രയാസം. ഖൈസ് ബിൻ ഉബാദ ചെയ്തെന്താ അറിയോ? വന്നു, മറഞ്ഞു നിന്നു, അദ്ദേഹം ധരിച്ച സിർവാൽ ഊരിയിട്ട് കൊടുത്തയച്ച് അത് വെച്ച് നോക്കാൻ പറഞ്ഞു ഓനെ. അപ്പോൾ ഖൈസ് ധരിച്ച സിർവാൽ ഈ നീളളക്കാൻ വേണ്ടി കൊടുത്തയച്ച ഈ സാധനം ഉണ്ടല്ലോ, അയാൾ വെച്ച് നോക്കിയപ്പോൾ അയാളുടെ മൂക്കുമ്മക്കാണ് അദ്ദേഹം ധരിച്ച സിർവാൽ, ഖൈസിൻ്റെ സിർവാൽ അത്ര. അപ്പോൾ ഖൈസ് എത്ര നീളം ഉണ്ടാവും? എന്നിട്ട് ഖൈസ് പറയാണ്, എനിക്ക് പെരയുന്ന കൊടുത്തയക്കാൻ അറിയാം എൻ്റെ സിർവാൽ, അയാളെ നീളം നോക്കാൻ. പക്ഷെ ഞാനത് ചെയ്യാതിരുന്നത്, ഞാനൊരു സിർവാലിന് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ പറയും ഇത് ആദ് സമൂദ് ഗോത്രത്തിൽ ഒരാളുടെ സിർവാലാണെന്ന്. ആദ് സമൂദ് ഗോത്രം ഭയങ്കര ലോങ് ആയിരുന്നില്ല, നല്ല നീളമുള്ള ആളുകളായിരുന്നു. അപ്പോൾ അവരുടേതാണെന്ന് ആളുകൾ പറഞ്ഞു ഇതിൽ അതല്ല അത് എൻ്റെ തന്നെയാണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നിട്ട് അത് എന്ത് ചെയ്തത്, ഊരി നൽകിയത് എന്ന് പറയേണ്ടായിരുന്നു. അവിടെ തവീൽ, തൂലുള്ള ആൾ എന്ന അർത്ഥത്തിൽ ഖൈസ് ഇബ്നു ഉബാദ അറിയപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ ഉണർത്തിയത്. ശരി, അതിൽ നിന്നാണ് ഈ തൗൽ, അതറിയിക്കുന്നത് ഒരു വൈപുല്യത്തെയാണ്. അള്ളാഹു ദി തൗൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദു തൗൽ എന്ന് പറയുമ്പോൾ കഴിവിൽ, അതേപോലെ ഔദാര്യത്തിൽ, അതേപോലെ അള്ളാഹുവിൻ്റെ ഐശ്വര്യം, ഗിന, ധന്യത, അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിപുലനാണ്, വൈപുല്യമുള്ളവനാണ് എന്നുള്ളതാണ്. നമ്മുടെ ഈ ആയത്ത്, അള്ളാഹുവിൻ്റെ ദി തൗൽ എന്നുള്ള ഈ വിശേഷണം അല്ലെങ്കിൽ നാമം വന്ന ആയത്ത്, അതുമായി ബന്ധപ്പെട്ടൊരു ചരിത്രമുണ്ട്. ഇമാം ഇബ്നു അബി ഹാത്തിം രേഖപ്പെടുത്തി, അബൂ മഈൻ മറ്റുമൊക്കെ രേഖപ്പെടുത്തിയ ഒരു സംഭവം. അത് വളരെ പ്രാധാന്യമുള്ളതുകൊണ്ട് ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് സിറിയയിൽ നിന്നൊരു വ്യക്തി ഉമറിനെ കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും വരും, മദീനയിൽ വരും. അത് എപ്പോഴും സിറിയയിൽ നിന്ന് വരും. പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരാളാണ്. ഉമറിൻ്റെ കാലത്താണല്ലോ ആ ഭാഗങ്ങളൊക്കെ ഇസ്ലാമിന് കീഴ്പ്പെടുന്നത്. അപ്പോൾ ഇയാൾ സിറിയയിൽ നിന്ന് വരും, എപ്പോഴും ഉമറിനെ കാണാൻ വേണ്ടി വരും. കുറച്ചു കാലമായിട്ട് ഉമറിന് അദ്ദേഹത്തെ കാണാനല്ല, വരുന്നില്ല. അപ്പോൾ ഉമർ ചോദിച്ചു, ഇന്ന വ്യക്തി എപ്പോഴും ഇവിടെ മദീനയിൽ വരാറുണ്ടല്ലോ, അപ്പോൾ അയാൾ ഇവിടെ പോയി. അപ്പോൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ അയാളൊരു മദ്യപാനിയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ മുഖം കാണിക്കാൻ വേണ്ടി വരാത്തത്. മദ്യപിച്ചു പോയി, അതുകൊണ്ട് നിങ്ങളെ മുഖം കാണിക്കാൻ വരുന്നില്ല എന്നാണ്. ചില ആളുകളുടെ ഒരു ദൗർബല്യം. ഈ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ സെക്രട്ടറിനെ വിളിച്ച്, എഴുതാനുള്ള ആളെ വിളിച്ച്, എന്നിട്ട് മദീനയിൽ നിന്ന് ഉമർ ഒരു കത്ത് എഴുതി. അമീറുൽ മുഅ്മിനീൻ ഉമറിൽ നിന്നുള്ള കത്ത് ആർക്ക്? ഈ വ്യക്തിക്ക്, സിറിയയിലേക്ക് കൊടുത്തയക്കാണ്. എന്താ എഴുതിയത്? സലാമുൻ അലൈക് ഫഇന്നി അഹ്മദു ഇലൈക അല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. ഹംദ എഴുതി, അതാണ് അതിൻ്റെ ഇത്. സലാം എഴുതി,
പിന്നെ ഹംദു എഴുതി. എന്നിട്ട് ഉമർ എഴുതിയത് ഗാഫിരി ദംബി വഖാബിലി തൗബി ഷദീദിൽ ഇഖാബി ദിത്തൗൽ ലാ ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസീർ എന്നാണ്. കത്തിലെ മെയിൻ ഭാഗം അതാണ്. നമ്മുടെ ഈ ആയത്ത് ഗാഫിരി ദംബി വഖാബിലി തൗബ് ഷദീദിൽ ഇഖാബി ദിത്തൗൽ ലാ ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസീർ ഇതെത്തി. എന്നിട്ട് ഉമർ റളിയല്ലാഹു തആല അവിടെ കൂടി ആളുകളോട് പറഞ്ഞു, ഉദ്ഉ ലി അഖീകും അൻ യഖ്ബല ബിഖൽബിഹി വ അൻ യതൂബ അല്ലാഹു അലൈഹി. നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അയാളുടെ മനസ്സുകൊണ്ട് വരാൻ, മനസ്സാ ആഗതനാകാൻ പ്രാർത്ഥിക്കണം. അള്ളാഹു അയാളുടെ പശ്ചാത്താപം സ്വീകരിക്കാനും നിങ്ങൾ ദുആ ചെയ്യണം എന്ന് ഉമർ അവിടെ കൂടിയവരോട് പറഞ്ഞു. അങ്ങനെ ഈ കത്ത് കൊടുത്തയച്ച് സിറിയയിൽ ആ മനുഷ്യന് ഉമറിൻ്റെ കത്ത് കിട്ടി. കത്ത് കിട്ടിയപ്പോൾ മനുഷ്യൻ ആ കത്ത് വായിക്കുകയും ആവർത്തിച്ച് വായിക്കുകയും ചെയ്തു. അങ്ങനെ അയാൾ വായിക്കുകയാണ്, ഗാഫിരി ദംബ് വഖാബിലി തൗബ് ഷദീദിൽ ഇഖാബി ദിത്തൗൽ എന്നാണ് ആവർത്തിച്ച് വായിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വായിക്കാണ്, ഖദ് ഹസ്സറനി ഉഖൂബതഹു വവഅദനി അൻ യഗ്ഫിറ ലി. അല്ലാഹു അവൻ്റെ ശിക്ഷയെക്കുറിച്ച് എനിക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു, എൻ്റെ പാപം പൊറുക്കുമെന്ന് എന്നോട് വാഗ്ദാനം നൽകിയിരിക്കുന്നു. പാപം പൊറുക്കുന്നുള്ളതുകൊണ്ട് അതിൽ ശിക്ഷയുണ്ട്. അപ്പോൾ പടച്ചവൻ്റെ ശിക്ഷ ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പുണ്ട് ഇതിൽ. അള്ളാഹു എനിക്ക് പൊറുക്കും എന്നുള്ള വാഗ്ദാനവും ഇതിലുണ്ട്. ഇതാണ് അയാൾ വായിച്ചിട്ട് എന്ത് ചെയ്യണത്, അതിൽ ഉൾക്കൊള്ളണത്. അങ്ങനെ ആ ചരിത്രം രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിൽ കാണാം, ഫലം യസൽ യുറദ്ദിദുഹു അർറജുലു അലാ നഫ്സിഹി സുമ്മ ബക. ഇത് ആവർത്തിച്ച് വായിച്ചിട്ട് അദ്ദേഹം കരഞ്ഞു. അങ്ങനെ സുമ്മ നസഅ ഫഅഹ്സന നസ്, മദ്യപാനത്തിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു. എന്നേക്കുമായിട്ടുള്ള വിരമിക്കൽ. അങ്ങനെ അദ്ദേഹം തൗബ ചെയ്തു. ഇങ്ങനെ നന്നായി തൗബ ചെയ്തു എന്നുള്ള വാർത്ത ഉമറിന് കിട്ടിയപ്പോൾ ഉമർ പറയാണ്, ഹാകദാ ഫസ്നഉ ഇദാ റഅയ്തും അഖാകും സല്ല സല്ലതൻ ഫസദ്ദിദൂഹു വവസ്സിഖൂഹു വദ്ഉ അല്ലാഹ ലഹു അൻ യതൂബ അലൈഹി. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ സഹോദരന് ഒരു വീഴ്ച വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ ശരിയിലേക്ക് നയിക്കണം. അദ്ദേഹത്തിന് ഉറപ്പ്, സ്ഥൈര്യം നൽകണം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ നിങ്ങൾ അള്ളാഹുവിനോട് തേടണം. വലാ തകൂനു അഅവാനൻ ലിശൈത്താനി അലൈഹി. ഒരു തെറ്റ് ചെയ്ത വ്യക്തിക്ക് എതിരിൽ നിങ്ങൾ ശൈത്താനെ സഹായിക്കാൻ പാടില്ല. നിങ്ങൾ ശൈത്താനെ സഹായിക്കാൻ പാടില്ല എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയണ്ടായിരുന്നാണ്. അല്ലേ? അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ ഗുണദോഷിക്കൽ, ഉപദേശിക്കൽ അത് ആത്മാർത്ഥമായിട്ടാണ്, മനസ്സായാണ്. ആളുകളോട് പറയും ചെയ്തു, അയാൾ നന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുന്നു. ആ കത്ത് കിട്ടി. അദ്ദേഹം ആവർത്തിച്ച് ആ കത്ത് വായിച്ചു. അത് ഒരു 10 പേജൊന്നും വായിക്കാനില്ല. പിന്നെയോ ഇതേ ഉള്ളൂ. ഹംദ് സലാം ഓതി, ഹംദോതി, പിന്നെ ഗാഫിരി ദംബി വഖാബിലി തൗബി ഷദീദിൽ ഇഖാബി ദിത്തൗലി ലാ ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസീർ. അത്രയേ ഉള്ളൂ. അത് ആവർത്തിച്ച് വായിച്ച് അതിൻ്റെ ആശയം ഗ്രഹിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുണ്ട്, അള്ളാഹു പൊറുക്കും എന്നുള്ള അറിയിപ്പുണ്ട്. മനസ്സിലായില്ലേ? നന്നാവുകയാണ്. ഉമർ പറയാണ്, ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്യുന്ന വ്യക്തികളെ ട്രീറ്റ് ചെയ്യേണ്ടത്. അത് ഉമർ പഠിച്ചത് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ഒരാളെ കൊണ്ടുവരും. മദ്യപാനിക്ക് അടിശിക്ഷയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാളെ കൊണ്ടുവന്നു ലഹരിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടിശിക്ഷയ്ക്ക് വിധേയനാക്കാൻ പറഞ്ഞു. അങ്ങനെ ചിലർ കൈകൊണ്ടടിച്ച്, ചിലർ വസ്ത്രം എടുത്ത് അടിച്ചു എന്നാണ്, വടിയോണ്ടടിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബക്കിത്തു എന്ന് പറഞ്ഞാൽ എന്താ?
അയാളെ പറഞ്ഞ് നന്നാക്കാനാണ്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞ് മത്തഖൈത്തല്ലാ, മനുഷ്യ നിങ്ങൾ അള്ളാനെ സൂക്ഷിച്ചില്ലേ? ചിലർ പറഞ്ഞു മാ ഖശീത്തല്ലാ, നിങ്ങൾ അള്ളാനെ പേടിച്ചില്ലേ? ചിലർ പറഞ്ഞു മസ്തഹിയൈത മിൻ റസൂലില്ല, അള്ളാൻ്റെ റസൂലിനെ കുറിച്ച് നിങ്ങൾക്ക് ലജ്ജല്ലേ? കാരണം എന്താ, ഒരു ലഹരിയിൽ നിങ്ങൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടുന്ന പറഞ്ഞാൽ നിങ്ങൾക്കൊരു ലജ്ജല്ലേ? ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് ചെരുപ്പ് കൊണ്ട് അടിച്ചവരുണ്ട്, വടി കൊണ്ട് അടിച്ചവരുണ്ട്, വസ്ത്രം കൊണ്ട് അടിച്ചവരുണ്ട്, മനസ്സിലായില്ലേ? കൈ കൊണ്ട് അടിച്ചവരുണ്ട്. ഒരു വ്യക്തി എന്താ പറഞ്ഞാൽ അറിയാം, അടിച്ചപ്പോൾ അഹ്സാഖ് അല്ലാ എന്നാണ്, അള്ളാഹു നിങ്ങളെ നിന്ദിക്കട്ടെ എന്ന്, ശപിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ മാനം കെടുത്തട്ടെ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലാ തഖൂലു ഹാകദ, അങ്ങനെ പറയാൻ പാടില്ല. വലാ തുഈനു ശൈത്താന അലാ അഖീകും, നിങ്ങളുടെ സഹോദരനെതിരിൽ നിങ്ങൾ ശൈത്താനെ സഹായിക്കാൻ പാടില്ല. നിങ്ങൾ പറയേണ്ടത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു, അതാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ പുറത്തു കൊടുക്ക്, അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുവേ നീ കരുണ കാണിക്ക്, ഇതാണ് പറയേണ്ടതെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാളോട് പ്രതികരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച്. പൊറുക്കലിനെ തേടുക, റഹ്മത്തിന് തേടുക. അള്ളാൻ്റെ റഹ്മത്ത് വന്നുകൊണ്ടെങ്കിൽ ഏതൊരു മദ്യപാനിയും ഇനിയിപ്പോൾ ഏതൊരു പുകവലിക്കാരനും അള്ളാഹു വിശാലം നൽകി അയാൾക്ക് അതിൽ നിന്ന് വിരമിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്മാരെന്ത് ചെയ്യും, ആദ്യം മനുഷ്യന്മാരെ നാവിൽ വരെ ശാപാണ്. മനുഷ്യന്മാർ അത് അന്യരുടെ വിഷയത്തിൽ സ്വന്തം മക്കളെ ശപിക്കൂലേ, സഹോദരങ്ങളെ ശപിക്കൂലേ, സഹോദരിമാരെ ശപിക്കൂലേ, അതാണ് ശീലങ്ങൾ പലരുടെയും. പിന്നെ നാട്ടുകാരുടെ വിഷയത്തിൽ പറയേണ്ടതില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വസിയ്യത്ത് ചോദിച്ചൊരു സഹാബി, റസൂലേ എനിക്കൊരു വസിയ്യത്ത് പറയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ ആരെയും ശപിക്കരുത്. ലാ തകുൻ ലആനൻ, നീ ഒരു ശാപം പൊഴിക്കുന്നവൻ പറയുന്നവനാവരുത് എന്ന്. ഇതാണ് റസൂലുള്ളാഹിൻ്റെ വസിയ്യത്ത്. വീണ്ടും ചോദിക്കുന്നുണ്ട്, റസൂലെ നിങ്ങൾ എനിക്കൊരു വസിയ്യത്ത് തരും. അപ്പോഴും പറയാണ് നീ ഒരു ലആൻ, ശപിക്കുന്നവരാകരുത് എന്ന്. തെറ്റ് ചെയ്തവരെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ശൈത്താന് കൈയൊട്ടാൻ നമ്മൾ ഒരവസരം ഉണ്ടാക്കരുത് എന്നുള്ളതാണ്. ഏതായാലും നമ്മുടെ വിഷയം ദുത്തൗൽ എന്നുള്ള അള്ളാഹുവിൻ്റെ നാമം വന്ന വിശുദ്ധ വചനാണ്. അത് സൂറത്തുൽ മുഅ്മിൻ ഗാഫിറിലെ തുടക്ക ഭാഗങ്ങൾ 3-ാമത്തെ ആയത്തിലാണ് വന്നത്. ആ ആയത്തുമായി ബന്ധപ്പെട്ടൊരു പ്രസിദ്ധ ചരിത്രം പിന്നെ വന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ചു എന്ന് മാത്രം. തൗൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം, കഴിവ്, അതിലുള്ള വൈപുല്യം, അതാണ് അർത്ഥമാക്കുന്നത്. സൂറത്തുൻ നിസായിൽ നമ്മൾ വായിക്കുന്ന ഒരായത്തുണ്ട്, വമൻ ലം യസ്തതി മിൻകും തൗലൻ അൻ യൻകിഹൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്ത് ഫമിമ്മ മലകത ഐമാനുകും മിൻ ഫതയാതികുമുൽ മുഅ്മിനാത്ത്. റഹ്മക്കല്ലാഹ്. എന്താ വമൻ ലം യസ്തതി മിൻകും തൗലൻ അൻ യൻകിഹൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്ത്, വിശ്വാസിനികളായ സ്വതന്ത്ര സ്ത്രീകളെ കല്യാണം കഴിക്കുവാനുള്ള തൗൽ നിങ്ങൾക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ, തൗൽ എന്ന് പറഞ്ഞാൽ എന്താ, ഐശ്വര്യമാണ്. മഹർ കൊടുക്കാൻ പൈസ ഉണ്ടേ, ജീവിത ചെലവിന് പൈസ ഉണ്ടേ, അതിനുള്ള വകുപ്പ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഫമിമ്മ മലകത ഐമാനുകും മിൻ ഫതയാതികുമുൽ മുഅ്മിനാത്ത് എന്നാണ്. അടിമ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അവിടെ തൗൽ കണ്ടെത്തിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, തൗൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം, സമ്പത്താണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുത്തൗൽ എന്ന് പറയുമ്പോൾ അല്ലാഹു കഴിവിൽ വിപുലനാണ്, അതേപോലെ തന്നെ ഐശ്വര്യത്തിലും സമ്പത്തിലും വൈപുല്യമുള്ളവനാണ് എന്നതാണ് നമ്മൾ വായിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകിയാൽ, നൽകിയാൽ അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രത്യേകത. ഇപ്പം നമ്മൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം എടുക്കുമ്പോൾ ഫിറൗനെ മുക്കിക്കൊന്നത് നമ്മൾ വായിക്കുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഈജിപ്തിൽ വെള്ളത്തിൽ മുങ്ങാതെ
പൊക്കി നിർത്തിയത് നമ്മൾ വായിക്കുന്നു. മൂസ ആരാണ്? ഫിർഔൻ ആരാണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ വെള്ളത്തിൽ താഴാതെ വെള്ളത്തിനുപരിയിൽ താങ്ങി നിർത്തിയത് എന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നവജാത ശിശുവായിരിക്കണം. നീന്താൻ അറിയില്ല, ദുർബലനാണ്. ഏതൊരാളുടെയും സഹായം ആവശ്യമായ ഒരു ആശ്രിതനായ അവസ്ഥയിലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളത്തിൽ പൊങ്ങിക്കിടന്നത്. എന്നാൽ ഫിർഔൻ ഈജിപ്റ്റ് കണ്ട അതേ വെള്ളത്തിൽ താവുകയാണ്, മുങ്ങുകയാണ്. പറയുമ്പോൾ ഫിർഔൻ ആരാ? മൂസയെപ്പോലെ ഒരു നവജാത ശിശു അല്ല, കുരുന്നല്ല. പിന്നെയോ ഫിർഔൻ കരുത്തനായ ഈജിപ്തിൻ്റെ ഭരണാധികാരിയാണ്. ഫിർഔൻ വെള്ളത്തിൽ താഴുമ്പോൾ കൂടെ സൈന്യമുണ്ട്. ഫിർഔൻ്റെ കൂടെ സൈന്യമുണ്ട്. ഫിർഔൻ്റെ കൂടെ അവൻ്റെ ആയുധങ്ങളുണ്ട്. ഫിർഔൻ തന്നെയും കരുത്തനാണ്. അതിൻ്റെ അഹങ്കാരത്തിലായിരുന്നു ഫിർഔൻ. അല്ലേ? അപ്പം സൈന്യം, ആയുധങ്ങൾ, ശാരീരിക കരുത്ത്, മികവ്, ഇതൊക്കെയുള്ള അവസ്ഥയിൽ ഫിർഔൻ മുങ്ങി. ഈജിപ്റ്റ് കണ്ട കാഴ്ചകൾ ചരിത്രം നമ്മളോട് ഓതിയാൽ അത്ഭുതങ്ങളാണ്. എന്നാൽ ദുർബലനായ ശിശുവായ, നവജാത ശിശുവായ മൂസ ആ വെള്ളത്തിൽ മുങ്ങാതെ പൊങ്ങി. മാത്രമല്ല, ഓളങ്ങൾ ആ ശിശുവിനെ അതിൻ്റെ രക്ഷാമാർഗത്തിലേക്ക് തള്ളി നയിച്ച ചരിത്രം നമ്മൾ വായിക്കുന്നത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല മൂസയെ അനുഗ്രഹിക്കുവാൻ വഅൽഖൈതു ഇലൈക മഹബ്ബതൻ മിന്നി, മൂസ എന്നിൽ നിന്നുള്ള മഹബത്ത് ഞാൻ നിങ്ങൾക്ക് ഇട്ടു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നോക്കി, നിങ്ങൾ വെള്ളത്തിൽ താഴേണ്ട പ്രായത്തിൽ താവാതെ നിന്നു. ഫിർഔന് വെള്ളത്തിൽ താഴാതിരിക്കാൻ അവസരങ്ങളുള്ള ഫിർഔൻ വെള്ളത്തിൽ താവുകയും അവനും അവൻ്റെ കിങ്കരന്മാരും മുങ്ങി നശിക്കുകയും ചെയ്തു. ഫഅഗ്റഖ്നാഹും ഫിൽ യം, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ആ സമുദ്രത്തിൽ ഞാൻ നിങ്ങളെ മുക്കി താഴ്ത്തി നശിപ്പിച്ചു എന്നുള്ളത്. മനസ്സിലല്ലേ? അപ്പം അള്ളാഹുവിൻ്റെ ഔദാര്യം അത് വന്നു വീണാൽ അതിൻ്റെ ഫലം നമുക്കിങ്ങനെ വായിക്കാം എന്ന് മൂസായുടെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഏകുന്ന ഏതൊരു മസലയിലും വിഷയത്തിലും അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യം. ഞാൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ചരിത്രം വായിച്ചു. അതിൽ ഇബ്നു തൈമിയയുടെ സമകാലീനനായ പണ്ഡിതനോട് ഒരു ചോദ്യം, നിങ്ങൾ ഇബ്നു തൈമിയയെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്നാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇബ്നു തൈമിയനെ കുറിച്ചുള്ള വർണ്ണന പറയാണ്. നിങ്ങൾ ഖുബ്ബത്തു സഖ്റ കണ്ടിട്ടുണ്ടോ എന്നാണ്. ഖുബ്ബത്തു സഖ്റ എന്താ? ഖുബ്ബത്തു സഖ്റ എവിടെ? ഖുബ്ബത്തു സഖ്റ ആ ബൈത്തുൽ മഖ്ദിസിൽ അൽ മസ്ജിദ് അൽ അഖ്സ പള്ളിയോട് അടുത്ത് ഖുബ്ബത്തു സഖ്റ ഉണ്ട്. ഇന്ന് മഞ്ഞ നിറത്തിലെ കുബ്ബയും പിന്നെ അഡ്ഭുജാകൃതിയിൽ എടുപ്പുള്ള ആ എടുപ്പിൻ്റെ മുകളിലാണ് കുബ്ബ ഉള്ളത്. അതാണ് ഖുബ്ബത്തു സഖ്റ. ആ കുബ്ബയുടെ ഉള്ളിലാണ് എന്തുള്ളത്? സഖ്റ ഉള്ളത്. സഖ്റ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ ഖിബില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നത് ആ സഖ്റയിലേക്കാണ്. ഇസ്രാ മിഅ്റാജിൻ്റെ രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫലസ്തീനിൽ പോയി മസ്ജിദുൽ അഖ്സയിൽ ചെന്ന് നിസ്കരിച്ചത് കൊടുക്ക. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് റസൂല നിസ്കരിച്ചത് സഖ്റയിലേക്കാണ്. അന്ന് കഅബ, മക്കത്തെ കഅബ റസൂലുള്ളാഹിന്റെ ബാക്കിലാണ്. റസൂലുള്ള മുന്നിട്ട് നിന്നത് സഖ്റയിലേക്കാണ്. അപ്പം സഖ്റ അതാണ് മുസ്ലിങ്ങളുടെ ആദ്യത്തെ കിബില. ആ കിബിലയെ വളച്ചു കെട്ടിയാണ് അഡ്ഭുജാകൃതിയിലുള്ള എടുപ്പുള്ളത്. ആ എടുപ്പിൻ്റെ മുകളിലാണ് സഖ്റ ഉള്ളത്, ഖുബ്ബത്തു സഖ്റ. അല്ലേ? ഖലീഫ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ വലിയ സമ്പത്ത് ചെലവഴിച്ച് എത്രയോ വർഷങ്ങൾ ഈജിപ്തിൻ്റെ വരുമാനം മുഴുവൻ, അന്ന് ഈജിപ്റ്റ് വളരെ തന്നെയാണ്,
നീക്കി വച്ചിരുന്നത് ഈ ഖുബ്ബത്ത് സഹ്റ ഉണ്ടാക്കുന്ന മാർഗേണയാണ്. പേർഷ്യൻ നാഗരിക പ്രത്യേകതകളിൽ ഖുബ്ബത്ത് സഹ്റ നിർമ്മിക്കുവാൻ വലിയ സമ്പത്ത് ചെലവഴിച്ചു, വലിയ ശാസ്ത്രജ്ഞരെയും നിർമ്മാതാക്കളെയും കൊണ്ടുവന്നിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഏതായാലും ആ ഖുബ്ബത്ത് സഹ്റയെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, നിങ്ങൾ ഖുബ്ബത്ത് സഹ്റ കണ്ടിട്ടുണ്ടോ? ആ ഖുബ്ബത്ത് സഹ്റ നിറച്ച് കിതാബുകൾ, പുസ്തകങ്ങളാണെന്ന് വെക്കുക. ആ ഖുബ്ബത്ത് സഹ്റക്ക് സംസാരിക്കാൻ ഒരു നാവുമുണ്ട് എന്ന് വിചാരിക്കുക. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അല്ലാഹു അക്ബർ. എന്താ പറഞ്ഞത്? ഖുബ്ബത്ത് സഹ്റ നിറയെ കിതാബുകൾ, പുസ്തകങ്ങൾ, അതിന് സംസാരിക്കാൻ ഒരു നാവുണ്ട് എങ്കിൽ അതാണ് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ വിജ്ഞാനത്തെയാണ് അറിയിക്കുന്നത്, അറിവിനെയാണ് അറിയിക്കുന്നത്. എന്ന് പറഞ്ഞെങ്കിൽ ഒരു മഹാത്ഭുതമായിരുന്നു വിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം സംസാരിക്കാത്ത ഒരു വിജ്ഞാന ശാഖയില്ല, അദ്ദേഹത്തിൻ്റെ രചനയില്ലാത്ത ഒരു വിജ്ഞാന ശാഖയില്ല. ഗദ്യത്തിലും പദ്യത്തിലും വിവിധ കലകളിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ വിജ്ഞാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയൻ്റെ രചന ഇല്ലാത്ത ഏതെങ്കിലും ഒരു നാടോ ഒരു പുസ്തകശാലയോ ഉണ്ടാവില്ല. അത്രമേൽ അനുഗ്രഹീതനായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അദ്ദേഹം അതിശീഘ്രം എഴുതും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഷെയ്ഖുൽ ഇസ്ലാം വിജ്ഞാനത്തിൽ ഒരു മഹാത്ഭുതമാണ്, ലോക മഹാത്ഭുതം. പക്ഷെ അദ്ദേഹത്തിൻ്റെ എഴുത്ത് വായിക്കാൻ കഴിയില്ല. 4 ദിവസമൊക്കെ ഇരുന്നിട്ടാണ് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ വരികളെ ഗ്രഹിക്കുവാൻ പണ്ഡിതന്മാർ സാഹസം കാണിക്കാറുള്ളത് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ. കാരണം എന്താ? വിജ്ഞാനം അതിവിപുലമാണ്. അതുകൊണ്ട് തന്നെ ആ വിജ്ഞാനങ്ങൾ മുഴുവൻ എഴുതി സൂക്ഷിക്കണമെന്നുള്ളത് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഉത്കട ഇച്ഛയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പീഡിലായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്, എഴുതിയിരുന്നതെന്നാണ്. എത്ര വാള്യങ്ങൾ, ഓരോ രചനകൾ നോക്കൂ നിങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റേത്, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രമേൽ വിഷയങ്ങളിൽ, വാള്യങ്ങളിൽ രചനകളാണ്. അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഈ ഔദാര്യത്തിലെ വിശാലത, കഴിവിലെ വിശാലത, അതേപോലെ തന്നെ അനുഗ്രഹത്തിലെ വിശാലത, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അരുളിയിട്ടുണ്ട് എങ്കിൽ ആ അനുഗ്രഹം ലഭിക്കുന്നവരുടെ ഫ്യൂച്ചറാണ്. മഹ്മൂദ് ഖലീൽ അൽ ഹുസരി റഹ്മത്തുള്ളാഹി അലൈഹി, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം വായിച്ചു. ഞാൻ ക്ലാസ്സിന് വേണ്ടി വായിച്ചപ്പോൾ അതികളായിട്ട് പങ്കുവെക്കുകയാണ്. ആരെ മഹ്മൂദ് ഖലീൽ അൽ ഹുസരി? ആർക്കറിയാം? നമുക്കറിയില്ല. നമ്മുടെ സമകാലീനനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. മഹ്മൂദ് ഖലീൽ അൽ ഹുസരി മരണപ്പെട്ടു. ആദ്യമായി വിശുദ്ധ ഖുർആൻ മുഴുവനും മുസജ്ജലായി ക്രോഡീകരിച്ചത് മഹ്മൂദ് ഖലീൽ അൽ ഹുസരിയാണ്. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് മുസാഫിൽ കിട്ടും, കാസറ്റായി, CD ആയി, പാരായണത്തിൽ മുസ്ഹഫുണ്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ആദ്യത്തെ മുസ്ഹഫ് റെക്കോർഡ് ചെയ്യപ്പെട്ടത് മഹ്മൂദ് ഖലീൽ അൽ ഹുസരിയുടേതാണ്. 1961 അന്ന് റെക്കോർഡ് ചെയ്യാനുള്ള മാധ്യമങ്ങൾ വളരെ വിരളാണ്. ആ 61 അദ്ദേഹത്തിൻ്റെ മുസ്ഹഫ് ആദ്യമായി മുഴുവൻ റെക്കോർഡ് ചെയ്യപ്പെട്ടു. വിശുദ്ധ ഖുർആൻ തജ്വീദ് അനുസരിച്ച് സുന്ദരമായി അക്ഷരങ്ങളുടെ അവകാശങ്ങൾ നൽകിക്കൊണ്ടുള്ള സുന്ദര പാരായണത്തിൽ ഒന്നാമത് നിൽക്കുന്ന വ്യക്തിയാണ് മഹ്മൂദ് ഖലീൽ അൽ ഹുസരിയാണ്. പിന്നെയാണ് മറ്റുള്ള പണ്ഡിതന്മാർ. ഇന്ന് നമുക്ക് മുസ്ഹഫ് മുറത്തൽ CD ആയിട്ട്, കാസറ്റുകളായിട്ട് ലഭിക്കും. അബ്ദുറഹ്മാൻ അൽ ഹുദൈഫിയുടേത് ലഭിക്കും, അതേപോലെ തന്നെ സഅദുൽ ഖാമിദിയുടേത് ലഭിക്കും, ഇബ്രാഹിം അൽ അഖ്ദറിൻ്റേത് ലഭിക്കും, അബ്ദുൽ ബാരി അസ്സുബൈത്തിയുടേത് ലഭിക്കും, അതേപോലെ തന്നെ മുഹമ്മദ് അയ്യൂബിൻ്റേത് ലഭിക്കും, അബ്ദുറഹ്മാൻ ഹുദൈഫി ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ലഭിക്കും. പക്ഷേ അവരെക്കാളൊക്കെ പാരായണത്തിൽ മികച്ചു നിൽക്കുന്ന, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ആരാണ്? മഹ്മൂദ് ഖലീലാണ്. ആദ്യമായി UNOയിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത് മഹ്മൂദ് ഖലീൽ അൽ ഹുസരിയാണ്.
ആദ്യമായി UNOയിൽ ബാങ്ക് വിളിച്ചത് മഹ്മൂദ് ഖലീൽ അൽ ഹുസരിയാണ്. വൈറ്റ് ഹൗസിൽ ആദ്യമായി വിശുദ്ധ ഖുർആൻ ഓതിയത് മഹ്മൂദ് ഖലീൽ അൽ ഹുസരിയാണ്. അമേരിക്കൻ കോൺഗ്രസിൽ ആദ്യമായി വിശുദ്ധ ഖുർആൻ ഓതാൻ അവർ അവസരം നിശ്ചയിച്ചത് മഹ്മൂദ് ഖലീൽ അൽ ഹുസരിക്കാണ്. 961 ഹഫ്സിൻ്റെ ഖിറാഅത്ത് അദ്ദേഹം തഫ്സീൽ ചെയ്ത് മുസ്ഹഫാക്കി. അതിനുശേഷം പിന്നെ വിവിധ ഖിറാഅത്തുകൾ, വർഷിൻ്റേത്, ദൂരിയുടേത്, വിവിധ ഖിറാഅത്തുകളിൽ മുസ്ഹഫ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു. ആരെ ഈ മഹ്മൂദ് ഖലീൽ അൽ ഹുസരി? അത് മനസ്സിലാക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്ക് നൽകുന്ന ആ അനുഗ്രഹം നമ്മൾ മനസ്സിലാക്കുക. ഹസീർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹസീർ എന്ന് പറഞ്ഞാൽ പായ എന്നർത്ഥം. ഈ മഹ്മൂദ് ഖലീൽ അൽ ഹുസരിയുടെ വാപ്പ ഖലീൽ അൽ ഹുസരി ഒരു പായ കച്ചവടക്കാരനായിരുന്നു. മാർക്കറ്റിൽ പായ വിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ധർമ്മം എന്തായിരുന്നു അറിയോ? അദ്ദേഹം പള്ളികളെ അന്വേഷിക്കും. ഏതൊരു പള്ളിയിലാണ് പായയില്ലാത്തത് ആ പള്ളികളിലൊക്കെ കൊണ്ടുപോയിട്ട് തൻ്റെ വക പള്ളി വിരിക്കും, പായ വിരിക്കും. കേടുവന്ന മുസല്ലകളാണുള്ളതെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വക മാറ്റിയിട്ട് പായ വിരിച്ചിടുന്നതാണ്. വലിയ ഔദാര്യവാനായിരുന്നു ഖലീൽ അൽ ഹുസരി അല്ലേ. പായ എന്ന അർത്ഥത്തിൽ ഹസീർ, അതിലേക്ക് ചേർത്തിട്ടാണ് ഈ ഹുസരി, അല്ലാതെ വലിയ വലിയ തറവാടിൻ്റെ പേരല്ല അത്. പായ കച്ചവടക്കാരൻ, അയാളുടെ കയ്യിലിരിപ്പ് ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? ഒരു മുന്തിരിക്കുല, ആ മുന്തിരിക്കുലയെ ആൾക്കൂട്ടങ്ങൾ വന്ന് തിന്നാണ്. പക്ഷെ തീരണില്ല, മുന്തിരി തീരണില്ല, ആൾക്കൂട്ടങ്ങൾ വന്ന് തിന്നിട്ടു. അപ്പം അദ്ദേഹം അതിനെക്കുറിച്ച് ചോദിക്കാൻ, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, പണ്ഡിതന്മാരോട് ചോദിക്കാൻ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് മക്കളുണ്ടോ? മക്കളുണ്ട്. മഹ്മൂദ് എൻ്റെ മകനാണ്. അപ്പോൾ പഠിക്കാൻ വിടാൻ പറയാണ്. അങ്ങനെ ഈ മഹ്മൂദിനെ കൊണ്ടുപോയിട്ട് ജാമിയത്തുൽ അസ്ഹറിൽ കൊണ്ടുപോയി ചേർക്കുകയാണ്. മനസ്സിലായി? ആര്? ഈ ഖലീൽ ഹുസരി. ആ ഖലീൽ ഹുസരിയുടെ പഠിപ്പിക്കാൻ ചേർത്തു മഹ്മൂദിനെ. പഠിച്ചു വളർന്നു മഹ്മൂദ്. ആ മഹ്മൂദാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മഹ്മൂദ്. മനസ്സിലല്ലേ? ഒരു പായ കച്ചവടക്കാരൻ്റെ മകനാണ് ലോകത്തിൻ്റെ നെറുകയിൽ എത്തുന്നത്. ഏത് വിഷയത്തിൽ? വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിൽ. കണ്ടോ? ലോകം, ഞാൻ പറഞ്ഞില്ലേ, UNOയിൽ, അമേരിക്കൻ കോൺഗ്രസിൽ, വൈറ്റ് ഹൗസിൽ അള്ളാഹുവിൻ്റെ കലാം ഓതി അവിടം അള്ളാഹുവിൻ്റെ ഹുജ്ജത്ത് എത്തിക്കുവാനുള്ള അവസരം ആ ആളുകൾക്ക്, അത് കേട്ട് അള്ളാഹുവിൻ്റെ ഹുജ്ജത്ത് മനസ്സിലാക്കാനുള്ള അവസരം എന്ന് പറഞ്ഞാൽ അത് ചെറിയ വിഷയമല്ല. അതും ഒരു പായ കച്ചവടക്കാരൻ്റെ മകൻ ആ ഒരു അവസ്ഥയിലേക്ക് വളരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ലോകം കണ്ട അറിയപ്പെട്ട മുഖ്രിയുകളിൽ പ്രസിദ്ധനാണ്, ഒന്നാം സ്ഥാനക്കാരനുമാണ് മഹ്മൂദ് ഖലീൽ അൽ ഹുസരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ ഇന്നും അദ്ദേഹത്തിൻ്റെ പാരായണങ്ങൾ നമുക്ക് നെറ്റിൽ പരതിയിട്ടുണ്ടെങ്കിൽ ധാരാളമായി വിവിധ ഖിറാഅത്തുകളിൽ ലഭിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യമുള്ളവനാണ് അള്ളാഹു. ആ ഔദാര്യം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകിയാൽ ചില ഹദീസുകളിൽ കാണാം, അള്ളാഹുവിൻ്റെ അതാഇ അള്ളാഹിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ അദാബും അള്ളാഹുവിൻ്റെ കലാമാണ്. അതാഇ കലാമി വ അദാബി കലാമി. എൻ്റെ ഔദാര്യം എൻ്റെ സംസാരമാണ്, എൻ്റെ അദാബ് ശിക്ഷയും എൻ്റെ സംസാരമാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? കുൻ എന്ന് പറയേ വേണ്ടൂ, കുൻ എന്ന് പറയേ വേണ്ടൂ. അള്ളാഹുവിൻ്റെ ഔദാര്യം അത് അള്ളാഹു അവന് ഉദ്ദേശിക്കുന്നവരിൽ അരുളും. കുൻ എന്ന് പറയേ വേണ്ടൂ. അള്ളാഹുവിൻ്റെ അദാബ് ശിക്ഷ അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, അള്ളാഹു അരുളും. പക്ഷെ എന്ത് വേണം? അള്ളാഹുവിൻ്റെ ഔദാര്യം ലഭിക്കുവാൻ നമ്മൾ പാത്രീഭൂതരാകണം. നമ്മളൊക്കെ രക്ഷിതാക്കളാണ്, രക്ഷാധികാരികളാണ്. രക്ഷാധികാരികൾ നാട്ട നേരെയാണെങ്കിലാണ് നേല് നേരെയാകുക. നാട്ട വളഞ്ഞാൽ നേല് വളയും. മനസ്സിലായില്ലേ? സൂറത്ത് കഹ്ഫ് നമ്മൾ ഓതി. സൂറത്ത് കഹ്ഫിൽ നമ്മൾ ഓതിയതാണ് വകാന അബൂഹുമ സ്വാലിഹാൻ. വകാന അബൂഹുമ സ്വാലിഹ. ആ രണ്ട് കുട്ടികളുടെ വാപ്പ സാലിഹായ വാപ്പയായിരുന്നു എന്നാണ് പറഞ്ഞത്. മനസ്സിലല്ലേ? ആരാ രണ്ട് കുട്ടികൾ? പട്ടണത്തിലെ രണ്ട് യത്തീം കുട്ടികൾ. എന്താ യത്തീം കുട്ടികളുടെ കാര്യം?
സാലിഹായ വാപ്പ കുട്ടികൾക്ക് കുറച്ച് സ്വത്ത് എടുത്ത് വെച്ചിരുന്നു. അത് പട്ടണത്തിൽ ഒരു മതിലിൻ്റെ ചോട്ടിലായിരുന്നു. മതിൽ പൊളിഞ്ഞു വീഴാറായി. മതിൽ പൊളിഞ്ഞാൽ ആ പട്ടണത്തിലെ ആളുകൾ അവർ പിശുക്കന്മാരാണ്, സ്വത്തിനോട് ആർത്തിയുള്ളവരാണ്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ആ ആർത്തിയിൽ മാന്തും, വാരും. അള്ളാഹു സുബ്ഹാനഹു വ തആല സാലിഹായ വാപ്പയായത് കാരണത്താൽ ആ വാപ്പാൻ്റെ മക്കൾക്കുള്ള സ്വത്ത് ആ മക്കൾക്ക് തന്നെ കിട്ടണം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ 2 നബിമാരെയാണ് അള്ളാഹു പറഞ്ഞയക്കുന്നത്. 2 നബിമാരെ, സാധാരണക്കാരല്ല. ഒന്ന് മൂസ, മറ്റൊന്ന് ഖദിർ. 2 നബിമാരെ പറഞ്ഞയച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ യതീം കുട്ടികളുടെ മതിൽ ശരിപ്പെടുത്തി അതിന് ചോട്ടിൽ അവർക്കായി സൂക്ഷിക്കപ്പെട്ട ആ സ്വത്ത് അവർക്കായിട്ട് എന്ത് ചെയ്യുന്നത്? സംരക്ഷിക്കപ്പെടുന്നത്. കാരണം കാന അബൂഹുമ സ്വാലിഹ, വാപ്പ നല്ല വാപ്പയിന് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം മക്കളുടെ വിഷയത്തിൽ ഉറ്റാലോചിക്കുന്ന, മക്കളുടെ വിഷയത്തിൽ ചിന്തിക്കുന്ന പിതാക്കളാണ് എങ്കിൽ നമ്മളുടെ ധർമ്മനിഷ്ഠയും അള്ളാഹുവിന് മുമ്പിലുള്ള നമ്മുടെ സ്വകാര്യതകളിലെ നമ്മളുടെ നിഷ്ഠയും മുഖ്യമാണ്, പ്രധാനമാണ്. നമ്മളുടെ സ്വകാര്യതകൾ കെട്ടതും ജീർണിച്ചതുമാണ് എങ്കിൽ അത് നമ്മളിൽ മാത്രമല്ല അതിൻ്റെ ദുസ്വാധീനം ഉണ്ടാകുക. നമ്മൾ നല്ലതാണ് എങ്കിൽ അതിൻ്റെ സൽഫലം അത് നമ്മളെ വിട്ട് നമ്മളുടെ അനന്തരാവകാശികളിലേക്ക്, പിൻഗാമികളിലേക്ക് അത് വരും എന്നുള്ളത് അതിൻ്റെ ആ ബർക്കത്ത് വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്. ഒരു പിതാവും കെട്ടു എന്നതിനാൽ മകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കെടുത്തൂല. പക്ഷേ ഒരു പിതാവ് നല്ലവനാണ് എങ്കിൽ അതിൻ്റെ ബർക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പിൻതലമുറയിലേക്കും പകരും എന്നുള്ളത് നമ്മളവിടെ വായിക്കണം. മേലായ റബ്ബിൻ്റെ ഔദാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രമേൽ അനുഗ്രഹീതൻ. ഞാനിവിടെ പറയാറുണ്ട് സുബൈർ ഇബ്നുൽ അവ്വാമിനെ കുറിച്ച്. സുബൈർ ഇബ്നുൽ അവ്വാമിനെ ആരാ? സുബൈർ ഇബ്നുൽ അവ്വാം. അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരു മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി സഫിയയുടെ മകനാണ് സുബൈർ ഇബ്നുൽ അവ്വാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി സഫിയയുടെ മകൻ എന്നതുപോലെ മറ്റൊരു ബന്ധമുണ്ട്. അതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരൻ അവ്വാമിൻ്റെ മകനാണ് ആര്? സുബൈർ ഇബ്നുൽ അവ്വാം. അപ്പോൾ റസൂലുള്ളാഹിക്ക് 2 നിലയ്ക്ക് ബന്ധം. ഒന്ന് അമ്മായിയുടെ മകൻ, മറ്റൊന്ന് ഭാര്യൻ്റെ സഹോദരപുത്രൻ എന്ന് പറഞ്ഞാൽ സുബൈർ ആരാണ്? സുബൈർ അവരുടെ അമ്മായിയാണ് ആര്? ഖദീജ റളിയല്ലാഹു തആല അൻഹ. സുബൈർ ഇബ്നുൽ അവ്വാമിൻ്റെ അമ്മായി ഖദീജ, ഉമ്മ സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്. ഈ സുബൈർ ഇബ്നുൽ അവ്വാം 16ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. 16ാം വയസ്സിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദഅവത്തിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ നാളിൽ ഇസ്ലാമിലേക്ക് വരാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ദഅവത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ 6 പേര് ഇസ്ലാം സ്വീകരിച്ചിട്ട്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ 6 ആളും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ദഅവത്തിലാണ് ഇസ്ലാം സ്വീകരിച്ചത്. അതിലൊരാളാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയുള്ള സുബൈർ ഇബ്നുൽ അവ്വാം ആദ്യമായി ഇസ്ലാമിന് വേണ്ടി ഘടകമൂരിയ ഇസ്ലാമിൻ്റെ ഫാരിസ് കുതിരപ്പടയാളിയാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു. ഹവാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹവാരി. എന്താ ഹവാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും തെളിഞ്ഞ ശുദ്ധഹൃദയനായ സഹോദരൻ അല്ലെങ്കിൽ സഹായി, അനുയായി എന്നർത്ഥത്തിൽ ആ ഒരു ഖ്യാതിയുണ്ട് സുബൈർ ഇബ്നുൽ അവ്വാമിന് റളിയല്ലാഹു തആല അൻഹു. സുബൈർ ഇബ്നുൽ അവ്വാം മരിക്കുന്നത് എങ്ങനെ? കുറേ ബദർ മുതൽ എല്ലാ യുദ്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. സുബൈർ ഇബ്നുൽ അവ്വാമിൻ്റെ മകൻ അബ്ദുള്ള ഇബ്നു സുബൈർ പറയാണ്, ഉഹുദിലും ബദറിലുമൊക്കെ പങ്കെടുത്ത സുബൈറിന് കുറേ മുറിവുകളേറ്റിട്ടുണ്ട്. അദ്ദേഹം മരിച്ചപ്പോൾ വസ്ത്രം മേലെ നിന്ന് നീക്കി. മനസ്സിലല്ലേ? കുഴികൾ ആഴത്തിൽ കുഴികൾ കാണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മാറിലും വയറ്റിലൊക്കെ. അത് ഗുഹ്യഭാഗത്തേക്ക് ആണ്ടുപോയിരുന്നു എന്നാണ്. കാരണം വിശിഷ്യ ഉഹുദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ശാരീരികമായ പ്രകടനം, സ്വന്തം ശരീരം അത് മുന്നു കാണിച്ചു കൊടുത്തിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത്? അദ്ദേഹം ഈ ചാട്ടുള്ളി പ്രയോഗങ്ങളെയും ആയുധ പ്രയോഗങ്ങളെയും പ്രതിരോധിച്ചിരുന്നതെന്നാണ്. അബ്ദുള്ള ഇബ്നു സുബൈർ പറയുന്നുണ്ട്, വിരലിങ്ങനെ മേനിയിലേക്ക് ഇറക്കാറുണ്ടായിരുന്നു, ഞാനതിൽ കൈയിട്ട് കളിക്കാറുണ്ടായിരുന്നു എന്നാണ്. അത്രമേൽ മുറിവ് ഏറ്റ്
അത് ഉണങ്ങിയതിനെക്കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ പറയുന്നുണ്ട്, സുബൈർ ബിൻ അവ്വാമിനെ കുറിച്ച്. ഈ അസുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെടുന്നത് ചരിത്ര പ്രസിദ്ധമായ ജമൽ യുദ്ധത്തെ തുടർന്നാണ്. ജമൽ യുദ്ധത്തെ തുടർന്ന്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗശേഷം അബൂബക്കർ, ഉമർ, ഉസ്മാൻ ഇവരുടെ കാലശേഷം അലി റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ കുറേ കുഴപ്പങ്ങളുണ്ടായി മുസ്ലിമീങ്ങൾക്കിടയിൽ. ചില ചളികെട്ടിയ തലച്ചോറിൻ്റെ വാക്താക്കൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്ന ഉദ്ദേശിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിൽ ജമൽ യുദ്ധം ഉണ്ടായി. ഈ ജമൽ യുദ്ധത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോടൊപ്പം തൽഹയും സുബൈറും ഒക്കെ പങ്കെടുത്ത്, മറുപക്ഷത്ത് അലിയാണ്. സുബൈർ ബിനുൽ അവ്വാം യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം വാദി ബുആസ് എന്നൊരു സ്ഥലത്ത് പിൻവാങ്ങി അവിടെ ഒന്നുകിൽ ഉച്ചയുറങ്ങുകയാണ് അല്ലെങ്കിൽ നിസ്കരിക്കുകയാണ്. ഈ സമയത്താണ് അംർ ബിൻ ജർമൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ചതിയിൽ സുബൈർ ബിനുൽ അവ്വാമിനെ വധിക്കണത്. വധിച്ച് ആ വാളയിട്ട് അലിയാരുടെ അടുത്തേക്ക് പായാണ് ഈ അംർ ബിൻ ജർമൂസ്. അലി റളിയല്ലാഹു സുബൈറിൻ്റെ വാളായിട്ടാണ് പോകുന്നത്. ഞാൻ സുബൈറിനെ വധിച്ചിരിക്കുന്നത് ആ സുബൈറിൻ്റെ വാൾ, അലിയാരേറെ കണ്ട വാളാണത്. അലി റളിയല്ലാഹു തആല ആദ്യമേ പറഞ്ഞതാണ്, ബഷിർ ഖാതില സഫിയ്യത ബിന്നാർ, സഫിയയുടെ മകൻ സുബൈറിനെ വധിക്കുന്നവൻ നരകമുണ്ടാകുമെന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ പറയും അലി റളിയല്ലാഹു തആല. എന്നിട്ട് ആ വാൾ നോക്കിയിട്ട് പറയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിരോധിക്കുന്നതിൽ എത്ര വലിയ ഒരു റോള് നിർവഹിച്ച ഘടകമാണിതെന്ന് പറഞ്ഞാണ് അലി റളിയല്ലാഹു തആല അവിടെ വെച്ച് കരയണത്. മനസ്സിലായില്ലേ? ഈ സുബൈർ ബിൻ അവ്വാം അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങൾ ധാരാളം. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹത്തിൻ്റെ ആ രക്തസാക്ഷിത്വ ദിവസം ജമൽ യുദ്ധത്തിൻ്റെ തലേന്ന് മകൻ അബ്ദുള്ളയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സുബൈർ ബിൻ അവ്വാം സ്വന്തം മകനെ വിളിച്ചിട്ട് പറയാണ്, മകനെ, ഈ ഒരു ദിവസത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷ പറയാണ്. എന്നിട്ട് പറയാണ്, എനിക്ക് ഏറെ വിഷമമുള്ളത്, എനിക്ക് ചില കടങ്ങളുണ്ട്, ആ കടങ്ങളാണ്, അത് നീ വീട്ടണം എന്ന് അബ്ദുള്ളയോട് വസിയ്യത്ത് ഓതിയിട്ടാണ് സുബൈർ ബിൻ അവ്വാം ജമൽ യുദ്ധത്തിൽ കാലുവെക്കണത്. എന്നിട്ട് പറയണേ, എൻ്റെ കടങ്ങൾ വീട്ടാൻ നീ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ യാ മൗല സുബൈർ ഇഖ്ലി അൻഹു ദൈനഹു, സുബൈറിൻ്റെ മൗലയായവനെ, അദ്ദേഹത്തിൻ്റെ കടം നീ വീട്ടണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വാപ്പ മകനോടുള്ള വസിയ്യത്താണ്. കടം വീട്ടാൻ ഞെരുക്കം കാണുമ്പോൾ സുബൈറിൻ്റെ മൗലയോട് കടം വീട്ടാൻ അഭ്യർത്ഥിക്കാൻ പറയണം. അപ്പോൾ മകൻ അബ്ദുള്ള പറയണം, വാപ്പ ആരാണ് ഈ മൗല? പറയണ അള്ളയാണ് മൗല. അള്ളഹാനോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ആ പ്രാർത്ഥിക്കേണ്ടത് യാ മൗല സുബൈർ എന്ന് വിളിച്ചാണ്. മനസ്സിലല്ലേ? ഉപ്പ സുബൈർ ബിൻ അവ്വാം ജമലിൽ കൊല്ലപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, ഈ സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടു. ഈ രീതിയിൽ ചതിയിലൂടെയാണ് അദ്ദേഹത്തെ വധിച്ചത്. ഒന്നുകിൽ അദ്ദേഹം ഉറങ്ങുമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം നിസ്കരിക്കുമായിരുന്നു. അംർ ബിൻ ജർമൂസ് എന്ന് പറയുന്ന ദുഷ്ടനാണ് കൊന്നത്. വാപ്പാൻ്റെ മരണം കഴിഞ്ഞു. സുബൈർ ബിൻ അവ്വാമിന് ചില സ്വത്തുക്കൾ ഉണ്ടായിരുന്നു പലയിടത്തായിട്ട്. അബ്ദുള്ളയാണ് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവൻ. അതുകൊണ്ട് തന്നെ സുബൈർ ബിൻ അവ്വാമിൻ്റെ മറ്റു മക്കൾ വന്നിട്ട് പറഞ്ഞു, മിസ്അബും കൂട്ടരൊക്കെ വന്നിട്ട് പറഞ്ഞു, വാപ്പാൻ്റെ സ്വത്ത് ഞങ്ങൾക്ക് വീതം വെക്കണം, തരണം. അപ്പോൾ അബ്ദുള്ള പറഞ്ഞ്, സ്വത്ത് വീതം വെക്കാനായിട്ടില്ല, 4 വർഷം ഹജ്ജ് സീസണിൽ ഞാൻ ഹാജിമാർക്കിടയിൽ വിളംബരം നടത്തും. സുബൈർ ബിൻ അവ്വാം ആർക്കെങ്കിലും കടം വീട്ടാനുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരണം, 4 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടാൻ നോക്കാം എന്നാണ് പറഞ്ഞത്. മനസ്സിലല്ലേ? അങ്ങനെ 4 വർഷം കഴിഞ്ഞ് കടങ്ങൾ വീട്ടി പിന്നെയാണ് സുബൈർ ബിൻ അവ്വാമിൻ്റെ സ്വത്തുക്കൾ അത് അനന്തരാവകാശികൾക്ക് വീതം വെക്കുന്നത്. അതിൻ്റെ 1/3 വസിയ്യത്ത് പ്രകാരം നീക്കിയതിന് ശേഷമാണ് സ്വത്ത് വീതം വെക്കുന്നതെന്നാണ്. എന്താ ആ സ്വത്ത് വീതം വെച്ചതിൻ്റെ ഒരു പെരുമ, അതിൻ്റെ ഒരു പ്രത്യേകത ചരിത്രം കോറിയത് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. സ്വത്ത് വീതം വെച്ചു, വലിയ തുകയാണ് ഓരോരുത്തരും കൊണ്ടത് എന്നുള്ളതാണ്. സുബൈർ ബിൻ അവ്വാമിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. 4 ഭാര്യമാർ ഉള്ളൊരു വ്യക്തി, 4 ഭാര്യമാർ, ഇനിയിപ്പോൾ ഒരു ഭാര്യ നോക്കുക, ഒരു ഭാര്യയുള്ള ഒരു വ്യക്തി, മരിച്ച വ്യക്തിക്ക് മക്കളുണ്ട് എങ്കിൽ ഭാര്യമാർക്ക് 8/1 സ്വത്തുവരി. ഇനി ഒരു ഭാര്യയാണെങ്കിലും ഒന്നിലേറെ ഭാര്യമാരാണെങ്കിലും
മരിച്ച വ്യക്തിക്ക് മക്കളുണ്ട് എങ്കിൽ 8-1 സ്വത്തോരി. മനസ്സിലല്ലേ? ആ 8-1 സ്വത്തോരി ഒന്നിലേറെ ഭാര്യമാരുണ്ടെങ്കിൽ അവർക്ക് തുല്യമായിട്ട് വീതിക്കും. സുബൈർ ബിൻ അവ്വാമിന് 4 ഭാര്യമാർ. അദ്ദേഹത്തിൻ്റെ മൊത്തം സ്വത്തിൽ 8-1 അത് ഭാര്യമാർക്ക് നിശ്ചയിച്ചു. ഓരോ ഭാര്യമാർക്കും എത്ര കിട്ടിയത്? ഓരോ ഭാര്യമാർക്കും 1,02,00,000. 1,02,00,000 എന്ന് പറഞ്ഞാൽ 12 ലക്ഷം ഒരു ഭാര്യയ്ക്ക്. അങ്ങനെ 4 ഭാര്യമാർക്ക് എത്ര? 48 ലക്ഷം. അതതിൻ്റെ 8-1. അതതിൻ്റെ മൊത്തം സ്വത്തിൻ്റെ 8-1. ചില റിപ്പോർട്ടുകൾ കാണാം 3-1 വസീയത്ത് നീക്കിയതിന് ശേഷം പിന്നെയാണ് എന്ത് ചെയ്യണത്? ഈ സ്വത്തോരി വെച്ചത്. അതിൻ്റെ 8-1 48 ലക്ഷം. അപ്പോൾ എത്രമാത്രം സ്വത്തുണ്ടായിരിക്കും സുബൈർ ബിൻ അവ്വാമിന്? എങ്ങനെ? അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഔദാര്യം. അള്ളാഹു വിപുലമായ കഴിവുള്ളവനും ഐശ്വര്യമുള്ളവനാണ്. അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് നമ്മൾ റോങ് ആകാതെ നേർവഴിയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അരുൾപ്പാട്, ഔദാര്യം അത് നൽകിയിട്ടുണ്ട് എങ്കിൽ അത് തടയാൻ ആരുമില്ല, അത് ശുഷ്കമാക്കാൻ ആരുമില്ല, അതിൻ്റെ വൈപുല്യം അതിന് കൂച്ചു വിലങ്ങിടാൻ ആരുമില്ല. പക്ഷെ അതിൻ്റെ ആ ഔദാര്യം അതിൽ വന്ന് വീഴണം എന്നുള്ളതാണ്. ഉള്ളതോ വിശിഷ്ടവുമായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ത്വയ്യിബും ഖബീസും തുല്യാവൂല, നല്ലതും തീയതും തുല്യാവൂല. വലൗ അഅജബക കസറത്തുൽ ഖബീസ്, തീയതിൻ്റെ മ്ലേച്ഛമായതിൻ്റെ ആധിക്യം നിന്നെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി, നിഷിദ്ധം കുറേ ഉണ്ടെങ്കിലും ശരി, നല്ലത് കുറച്ചാണെങ്കിലും അത് രണ്ടും തുല്യാവില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? സുബൈർ ബിൻ അവ്വാം ഷഹീദാകുന്നതിൻ്റെ തലേന്ന് അദ്ദേഹത്തിൻ്റെ പേടി കടമുണ്ട്, കടം വീട്ടാൻ സ്വത്ത് തികയോ എന്നുള്ളതാണ്. മകനോട് പറയാണ്, സ്വത്ത് എൻ്റെ കടം വീട്ടാൻ സ്വത്ത് തികയാതെ വരുന്ന സമയം, അതിന് നീ പ്രയാസപ്പെടുന്ന സമയം നീ യാ മൗല സുബൈർ യഖ്ദി അൻഹു ദൈനഹു അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, വാപ്പാൻ്റെ കടം വീട്ടി കൊടുക്കുകയെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ വേപത് പൂണ്ടാണ് ഒരു ഉപ്പ മരണത്തോട് അടുക്കുന്നത്. ആ ഉപ്പയുടെ കാലശേഷം വർഷങ്ങൾക്കിപ്പുറം ആ ഉപ്പാൻ്റെ സ്വത്ത് ഓരി വെച്ചപ്പോഴാണ് ഈ പറഞ്ഞത്. അതിൻ്റെ 8-1 ഭാഗം 48 ലക്ഷമായിരുന്നു എന്ന്. അപ്പോൾ എത്രമേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വത്തിൽ അദ്ദേഹത്തിൽ ബർക്കത്തരുളി അനുഗ്രഹം നൽകി. ഇല്ല, അത് സുബൈർ ബിൻ അവ്വാമിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, 16-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിൻ്റെ നുബുവത്തിൻ്റെ ആദ്യ നാളുകളിൽ ഇസ്ലാമിലേക്ക് വന്ന സുബൈർ ബിൻ അവ്വാം ഹവാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹവാരിയാണ്. ഖന്തഖ് യുദ്ധനാളിൽ, അഹ്സാബ് യുദ്ധനാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭീതിയിൽ, പേടിയിൽ, തണുപ്പിൽ ഖന്തക്കിൻ്റെ ഓരത്ത് കഴിഞ്ഞ സന്ദർഭം, സലഅ മലയുടെ ചെരുവിൽ കഴിഞ്ഞ സന്ദർഭം, ഈ ഒരു രാത്രി ശത്രുക്കൾ എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് പോയി നോക്കി വരും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വിറയാണ്, പേടിയാണ്, തണുപ്പാണ്. സുബൈർ ബിൻ അവ്വാമാണ് എഴുന്നേറ്റ് നിന്നത്, ഞാൻ പോയി അന്വേഷിച്ച് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുകൾ കുളിർത്തു, മനസ്സ് തണുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അവിടെ വെച്ചാണ് പറഞ്ഞത്, എല്ലാ നബിമാർക്കും ഹവാരികളുണ്ട്, എൻ്റെ ഹവാരി സുബൈറാണ് എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഗതകാലങ്ങളിലെ സ്ട്രൈറ്റ് വേ, നേർജീവിതം, അതാണ് നമ്മുടെ നാളുകളിലേക്ക് നമുക്ക് നന്മകളെ കൊണ്ടെത്തിക്കുന്നതും നമുക്ക് നന്മകൾ കൊയ്തു തരുന്നതും. നമ്മളാണ് ആലോചിക്കേണ്ടത് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ദുൽ തൗൽ, വിപുലമായ കഴിവുള്ളവൻ, വിപുലമായി ഐശ്വര്യമുള്ളവൻ, വിപുലമായ ഔദാര്യമുള്ളവൻ. ഈ മേലായ റബ്ബിൻ്റെ പ്രത്യേകതകളെ അറിഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ ഒരു ജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അനുഗ്രഹം അരുളുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉദവിയേകി നമ്മളെ എല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. എല്ലാ നല്ലതിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം അരുളുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, മക്കളിൽ, ഇഹത്തിലും പരത്തിലും അള്ളാഹു നമുക്ക് ഏവർക്കും കൺകുളിർമയേറ്റുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല
നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും ഇരുലോകത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها ثغور حدودها. اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.